രാജ്യം എത്ര മികച്ചതായെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആലോചിക്കാൻ നമുക്ക് ഈ നഗരം എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പറയുന്നത്, വലിയൊരു പ്രോമിസാണ്, വലിയൊരു വാഗ്ദാനമാണ്. നമ്മൾ എന്തിനാണ് നഗരത്തിൽ തന്നെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി, നമുക്ക് ജീവിക്കാനുള്ള ജീവസന്ധാരണ സാധ്യതകൾ നഗരമാണ്. സ്ലം എന്നുള്ളത്, ഒരു ചേരികൾ എന്നുള്ളത് നമ്മുടെ ഒരു ഭാഷാ പ്രയോഗം. പക്ഷെ ലോകത്തിന്, പ്രത്യേക ലാറ്റിൻ അമേരിക്കയിലൊക്കെ they are not islands of misery, they are islands of hope, favelas എന്നാണ്. നമ്മൾ ഇത്തരം ഒരു ഇതിലും സ്വപ്നം കാണാൻ കഴിയുന്ന വലിയൊരു ജനത ഇപ്പോഴും രാജ്യത്ത് ബാക്കിയുണ്ട്, ലോകത്തിൽ ബാക്കിയുണ്ട്. അവരാണ് നമ്മുടെ നഗരത്തിന്റെ ഭാവികളിൽ ഒരു ചർച്ച ചെയ്യുവാനായിട്ട് നമ്മൾ കൂടെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ ദിനം അവരുടെ പ്രശ്നങ്ങളിലേക്കാണ് ഈ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഓരോ ദിവസവും നമ്മുടെ ചുറ്റും ഇങ്ങനെ ആൾക്കാർ താമസിക്കുന്നുണ്ട് എന്ന്, അവരുടെ കൂടി ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കണമെന്ന് നമ്മളെ ഒരിക്കൽ കൂടെ മോട്ടിവേറ്റ് ചെയ്യാനും നമുക്ക് ഉത്സാഹം പകരാനും ഊർജ്ജം പകരാനുമായിട്ട് ഉള്ള ഒരു ദിനാചരണമാണ്. ദിനത്തോളം നമ്മുടെ പ്രത്യക്ഷമായിട്ടുള്ള നമ്മുടെ പ്രവർത്തികൾ നമുക്ക് തീർച്ചയായിട്ടും ഇത്തരം രീതിയിൽ കുറച്ചുകൂടെ ഊർജ്ജസ്വലമായി, കുറച്ചുകൂടെ ഫോക്കസ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നും ഇതായിട്ട് എത്ര പാൻഡമിക് ടൈമാണെങ്കിലും അടുത്തടുത്ത് ഈ സർവൈവ് വലിയ അതിശയകരമായ രീതിയിൽ നമ്മൾ പുനർജീവിച്ചുകൊണ്ടിരിക്കുക. ഇത്തരം ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ സാധ്യതകളുണ്ട് എന്ന് നമുക്കറിയാം. പാവപ്പെട്ടവരുടെ കൂടെ, ഇല്ലാത്തവരുടെ കൂടെ, ഇങ്ങനെ ആൾക്കാരുടെ കൂടെ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സർവൈവ് ചെയ്യാമെന്ന് മാത്രമല്ല, നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ ഇന്ന് ഈ ദിനാചരണത്തിന്റെ ഭാഗമായി ഒരിക്കൽ കൂടെ നമ്മുടെ പ്രതിജ്ഞ പുതുക്കുകയും നമ്മൾ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട്, ജീവിതം കുറച്ചുകൂടെ വൃത്തിയായിട്ട്, സത്യത്തിലും നീതിയിലും അധിഷ്ഠാനമായിട്ടുള്ള ഒരു ആർക്കിടെക്ചർ ശൈലി, ഒരു എഞ്ചിനീയറിംഗ് ശൈലി നമുക്ക് തുടരേണ്ടത്, ഒരു പോരാട്ടം നമ്മൾ തുടരുക തന്നെ ചെയ്യും. ഒരുപാട് സാധ്യതകളുണ്ട് എന്നാണ് നമുക്ക് ഇവരുടെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്നിഗ്ധമായ കാലഘട്ടത്തിൽ തീരുമാനം ഇവരുടെ പോയി ഇതിൽ കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയ ആർപ്പാടത്തോടുകൂടി, വലിയ ശമ്പളത്തോടുകൂടി, ആറാട്ട് ശമ്പളങ്ങൾ സാധ്യതകളുണ്ട്. ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, എന്നെ ക്ഷണിച്ച അന്താരാഷ്ട്ര തലത്തിലുള്ള സംഘടനകളോട് ഞാൻ പറഞ്ഞു, ഇന്ത്യയിൽ ജനിക്കുകയും ഇന്ത്യയിൽ ജീവിക്കുകയും ഇന്ത്യയിൽ ഭരിക്കുകയും ചെയ്ത് ഏറ്റവും സുഹൃത്തുള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് ഒരിക്കൽ കൂടെ ഞാൻ ഓർപ്പിച്ചുകൊണ്ട്